നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ ടയർ ഊരിപ്പോയി. അപകടമുണ്ടായില്ല. തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന സ്വിഫ്റ്റ് ബസിന്റെ മുൻഭാഗത്തെ ടയറാണ് ഓടുന്നതിനിടെ ഊരിപ്പോയത്. വയോധികയെ ആക്രമിച്ച് സ്വർണമാല കവർന്ന പ്രതിയെ പിടികൂടി. പുത്തഞ്ചിറ ചോമാട്ടിൽ വീട്ടിൽ 20 വയസ്സുള്ള ആദിത്യനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. 83-ാം വയസ്സിൽ പടുതോൾ സാവിത്രി അന്തർജനം ആദ്യമായി പുസ്തകം എഴുതി പ്രകാശനം ചെയ്തു. പ്രശസ്ത കഥാകൃത്ത് MG ബാബു പ്രകാശനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ ടയർ ഊരിപ്പോയി. തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന സ്വിഫ്റ്റ് പ്രീമിയം AC ബസിന്റെ മുൻഭാഗത്തെ ടയറാണ് ഓടുന്നതിനിടെ ഊരിപ്പോയത്. ശനിയാഴ്ച വൈകിട്ട് 5:30 ദേശീയപാത ചാലക്കുടി ക്രിമിറ്റോറിയത്തിന് സമീപമായിരുന്നു സംഭവം. യാത്രക്കാരായ 27 പേരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. ഡ്രൈവർ ബസ് നിയന്ത്രണ വിധേയമാക്കിയതിനാൽ മറ്റ് അപകടമുണ്ടായില്ല. വയോധികയെ ആക്രമിച്ച് സ്വർണമാല കവർന്ന പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. പുത്തഞ്ചിറ സ്വദേശി ചോമാട്ടിൽ വീട്ടിൽ 20 വയസ്സുള്ള ആദിത്യനെയാണ് മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശിയും സംഘവും അറസ്റ്റ് ചെയ്തത്. മാള കൊല്ലംപറമ്പിൽ വീട്ടിൽ 77 വയസ്സുള്ള ജയശ്രീയുടെ വീട്ടിൽ കയറി ആക്രമിച്ച് സ്വർണമാല കവർച്ച ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. സെപ്റ്റംബർ 9 രാത്രി പ്രതി ആദിത്യ അയൽവാസിയായ റിട്ടയർഡ് അധ്യാപികയായ ജയശ്രീയുടെ വീട്ടിലെ അടുക്കളയിലേക്ക് അതിക്രമിച്ചു കയറി കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. സംഭവത്തിനു ശേഷം മാള പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയും സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി പ്രതിയെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കു ശേഷം പ്രതിയെ പുത്തഞ്ചിറയിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കഴുത്തിൽ മാല മുറുകി ശ്വാസം മുട്ടിയപ്പോൾ ജീവൻ രക്ഷയ്ക്കായി ടീച്ചർ മാലയിൽ പിടിച്ചു വലിച്ചതിനാൽ താലിയും മാലയുടെ ചെറിയ ഭാഗവും ടീച്ചർക്ക് തിരികെ ലഭിച്ചിരുന്നു. പൊട്ടിയ 5 പവനോളം തൂക്കം വരുന്ന മാലയുമായാണ് ആദിത്യ കടന്നുകളഞ്ഞത്. 27-ാം തീയതി പ്രതി മലപ്പുറം തിരൂരങ്ങാടിയിലെ ജ്വല്ലറിയിൽ മാല 4.5 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തുകയും സ്വർണമാല ഉരുക്കി സ്വർണ്ണക്കട്ടയായി മാറ്റിയത് പോലീസ് കണ്ടെത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ട്രേഡിംഗിലുണ്ടായ കടം വീട്ടാനാണ് മോഷണം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചതറിഞ്ഞ പ്രതി നാട്ടിൽ മറ്റൊരു കള്ളനുണ്ടെന്ന് വരുത്തി തീർക്കാൻ തുടർ ദിവസങ്ങളിൽ രാത്രി സമയത്ത് ആരോ ഒരാൾ പ്രതിയുടെ വീട്ടിൽ പാചകവാതകം തുറന്നിട്ട് വീടിന് തീ പിടിപ്പിക്കാൻ ശ്രമിച്ചു എന്നും മറ്റൊരു ദിവസം ആദിത്യനെ അജ്ഞാതനായ ഒരാൾ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നും മറ്റും കള്ളക്കഥ പ്രചരിപ്പിച്ച് പോലീസിനെ ചുറ്റിക്കാനും ശ്രമം നടത്തി. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർമാരായ ബെന്നി KT, വിനോദ് കുമാർ, സുധാകരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിബീഷ് PD, VG സനേഷ്, ശ്യാംകുമാർ, ജമേഴ്സൺ CJ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരികൃഷ്ണൻ, സിജോയ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. മീഡിയ ടൈം, മാള. 83-ാം വയസ്സിൽ പടുതോൾ സാവിത്രി അന്തർജനം ആദ്യമായി ഒരു പുസ്തകം എഴുതി പ്രകാശനം ചെയ്തു. കിണറ്റുപാളയിലെ സ്വർണ്ണമോതിരം എന്ന സ്വന്തം കുട്ടിക്കാല ഓർമ്മകളുടെ പുസ്തകം മേലൂരിലെ പടുതോൾ യോഗ ഹാളിൽ വെച്ച് പ്രശസ്ത കഥാകൃത്ത് MG ബാബു യോഗക്ഷേമ സഭ വനിതാ പ്രസിഡന്റ് KJ ശ്രീദേവിക്ക് നൽകി പ്രകാശനം ചെയ്തു. 13 അധ്യായങ്ങളിലായി ബാല്യകാലത്തെ ഓർമ്മകളെ സാവിത്രി അന്തർജനം അവതരിപ്പിക്കുന്നു. കവിയും നിരൂപകനുമായ MC പോൾ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പത്രപ്രവർത്തകനായ കടലായിൽ ശ്രീധരൻ, ഹൈസ്കൂൾ അധ്യാപികയായിരുന്ന ശോഭാമംഗലത്ത്, മേലൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ PS സാബു, കവി PB ഹൃഷികേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇങ്ങനെ പറ്റുന്നും വിചാരിച്ചിട്ടല്ല, പക്ഷെ എഴുതി തുടങ്ങിയപ്പോ ഒരാവേശമായി അവിടെ എഴുതി. ഇപ്പൊ തോന്നണു കുറച്ചും കൂടി ഒക്കെ എഴുതാന്നൊക്കെ തോന്നുന്നു. ഇന്നിപ്പോ എന്റെ ഇല്ലെത്തുന്ന എന്റെ ആൾക്കാർ ഇപ്പൊ 10 എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കുറെ അകലെന്ന ഇയലും വന്നു. അപ്പൊ അത് എന്റെ ഒരു അനിയന്റെ മകൻ കുറെ വൈകിട്ടാ വന്നത്. അപ്പൊ എനിക്കൊരു സമ്മാനം എന്താന്ന് വെച്ചാല് ഒരു ബുക്കും പേനയും. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എനിക്കിട്ട് പണിയിട്ട് തരാൻ തന്നെയാണല്ലേ എന്നൊക്കെ ചോദിച്ചു ഞാന്. അങ്ങനെ അപ്പൊ
അല്ല ഋഷികേശന്റെ ഒരു ഇത് അല്ലെങ്കിൽ ഞാൻ ഇത് അല്ല അങ്ങനെ ഒരു ഇതൊന്നും ഞാൻ തീരെ എന്റെ നീതി എങ്ങനെയല്ല അവരോരെന്നെ വിചാരിച്ചും കൊണ്ട് ഓരോന്ന് എഴുതിയേക്കണതാണ്. ഇതല്ല എനിക്ക് നല്ല മടിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷെ എറണാകുളം ലിസി ഹോസ്പിറ്റലിന്റെയും മേലടൂർ മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ദീപം വയോജന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനറൽ മെഡിസിൻ, ഓങ്കോളജി, ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ്, ENT, ഗ്യാസ്ട്രോ മെഡിസിൻ, ഗ്യാസ്ട്രോ സർജറി എന്നീ വിഭാഗങ്ങളിൽ ഡോക്ടർമാർ സേവനം നൽകി. ട്രസ്റ്റ് ചെയർമാൻ ജേക്കബ് ചക്കാലക്കൽ, സെക്രട്ടറി P. പ്രശാന്ത്, PD ജോസ്, ED സാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഏറെ സന്തോഷകരമാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും എന്നാൽ സന്തോഷകരമാണ്. എന്താ ഞാനങ്ങനെ സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ ചികിത്സയും ആസ്പത്രിയും വലിയ പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ് എന്ന് നേരിടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് പറയാൻ കാരണം. ഈ ചടങ്ങിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മേലടൂർ കീഴൂർ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി ചാരിറ്റബിൾ സൊസൈറ്റിയിലെയും അതോടൊപ്പം തന്നെ നമ്മുടെ ദീപം വയോജന സമിതിയിലെയും ആഭിമുഖ്യത്തിൽ എറണാകുളം ലിസി ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ മറ്റിവിടെ സൂചിപ്പിച്ച പോലെ മെഡിക്കൽ ഷോപ്പുകളുടെയൊക്കെ സഹായത്തോടെ നിരവധിയായ ആളുകളുടെ ശ്രമഫലമായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും നിർധനും രോഗികളും പാവപ്പെട്ടവരുമാർക്ക് ഒരു കൈത്താങ്ങായി ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി. AKSTU ജനയുഗം സഹപാഠി അറിവുത്സവം മാള ഉപജില്ലാതല മത്സരം അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക സ്കൂളിൽ നടന്നു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഏറെ പ്രിയപ്പെട്ട സുജിത്ലാല്, അതേപോലെ തന്നെ ഈ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ വളരെ സുപരിചിതനായ നമ്മുടെ പ്രസന്ന മാഷ്, വർമ്മ, നമുക്ക് സ്വാഗതം പറഞ്ഞ ചിത്ര ടീച്ചർ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, പേരൻസ്, ഈ സ്കൂളിൻ്റെ ചെറു സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായ അഭിലാഷ് അടക്കമുള്ളവരെ പറയാൻ ജനയുഗം സഹപാഠി അറിവുത്സവം നമ്മുടെ കൊച്ചുമക്കൾക്ക് അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുവാനായിട്ട് ഓരോ സംഘടനകളും ഇറങ്ങി വന്നുകൊണ്ട് പറയാൻ എത്രയൊക്കെ നമ്മൾ പഠിച്ചാലും അറിവ് നമ്മൾക്ക് കൂടി വരുന്നതല്ല, അത് കുറയില്ല. എത്രയൊക്കെ പത്രങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നുവോ ആ പത്രവായന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പങ്കായി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സംഘാടക സമിതി ട്രഷറർ KV സുജിത്ലാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VM വത്സൻ സമ്മാനദാനം നിർവഹിച്ചു. അധ്യാപിക ചിത്ര സംസാരിച്ചു. മാള വിദ്യാഭ്യാസ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും സ്കൂൾ തല വിജയികളായ 50ഓളം കുട്ടികൾ പങ്കെടുത്തു. ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ ലോക പാലിയേറ്റീവ് ദിനാചരണം കാരുണ്യ സംഗമമായി സംഘടിപ്പിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങൾ അല്ലെങ്കിൽ പ്രായാധിക്യത്താൽ കിടപ്പ് രോഗികളായവർ അല്ലെങ്കിൽ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് കിടപ്പിലായവർ എന്നിവർക്ക് ആവശ്യമായ പരിചരണം വീടുകളിലെത്തി നൽകുന്ന ചുമതലയാണ് അല്ലെങ്കിൽ ആ ദൗത്യമാണ് എറിയാട് സെൻറ്റർ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിനായി വിദഗ്ധരായ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള നഴ്സുമാരും വളണ്ടിയർമാരും ഡോക്ടർമാരുമുണ്ട്. അതിന് ഞങ്ങൾക്ക് 3 വാഹനങ്ങളുണ്ട്. ഞങ്ങൾ എന്നുള്ളൊരു പദം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ശൈലിയായിട്ടാണ്. നമ്മളാണ് ഈ സെൻറ്റർ നടത്തുന്നത്. നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വരുമാന സ്രോതസ്. അഴീക്കോട് പുത്തൻപള്ളി ജംഗ്ഷനിൽ നടന്ന സംഗമത്തിൽ സെന്റർ പ്രസിഡന്റ് KA ഖദീജാബി അധ്യക്ഷത വഹിച്ചു. EV രമേശൻ, CS തിലകൻ, PA കരുണാകരൻ, PK അബ്ദുൾ റഹീം, അലർട്ട് പ്രസിഡന്റ് PH അബ്ദുൾ റഹീം, സെക്രട്ടറി CA റഷീദ്, കരീം വേണാട്ട്, AG സുഗണൻ, KS സീനത്ത്, ഗോപി, ലൈല സേവ്യർ, അഷ്റഫ് പൂവത്തിങ്കൽ, ലിയാക്കത്ത്, ഷാഹിദ കരീം, PB ജോൺ, KM സാദത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ ടയർ ഊരിപ്പോയി. അപകടമുണ്ടായില്ല. തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന സ്വിഫ്റ്റ് ബസിന്റെ മുൻഭാഗത്തെ ടയറാണ് ഓടുന്നതിനിടെ ഊരിപ്പോയത്.
വയോധികയെ ആക്രമിച്ച് സ്വർണമാല കവർന്ന പ്രതിയെ പിടികൂടി. പുത്തഞ്ചിറ ചോമാട്ടിൽ വീട്ടിൽ 20 വയസ്സുള്ള ആദിത്യനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. 83-ാം വയസ്സിൽ പടുതോൾ സാവിത്രി അന്തർജനം ആദ്യമായി പുസ്തകം എഴുതി പ്രകാശനം ചെയ്തു. പ്രശസ്ത കഥാകൃത്ത് MG ബാബു പ്രകാശനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.